ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാപ്പി കോർണർ. സുകുമാറിൻ്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ പ്രധാന കഥാപാത്രമായിട്ട് വന്ന പുഷ്പ 2 OTTയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് സിനിമ സ്ട്രീം ചെയ്യുന്നത്. ഏകദേശം 2 ആഴ്ചയോളമായി സിനിമ സ്ട്രീം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു തിയേറ്ററിൽ വന്ന വേർഷനേക്കാളും ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് അവർ OTTയിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. സാധാരണ എക്സ്റ്റെൻഡഡ് വേർഷൻ എന്ന് പറയുമ്പം 5 സെക്കൻഡോ 10 സെക്കൻഡോ അഡീഷണൽ ആഡ് ചെയ്തിട്ട് OTTയിൽ വരാറാണ് പതിവ്. ഇത് ലിയോ എന്ന സിനിമ OTTയിൽ വന്ന സമയത്തും ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണെന്ന് പറഞ്ഞിട്ട് ഏകദേശം 10 സെക്കൻഡോ 15 സെക്കൻഡോ എക്സ്ട്രാ കോണ്ടൻറ്റ് മാത്രമേ ആ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതൊരു മാർക്കറ്റിംഗ് ടാക്ടിക്സ് ആയിട്ടാണ് അവരത് ഉപയോഗിക്കുന്നത്. പക്ഷേ പുഷ്പ 2 OTTയിൽ വന്നപ്പം തിയേറ്ററിൽ വന്ന വേർഷനേക്കാളും ഏകദേശം 20-25 മിനിറ്റ് എക്സ്ട്രാ കോണ്ടൻറ്റുമായിട്ടാണ് ഈ ഒരു ഫിലിം OTTയിൽ റിലീസ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇത് തിയേറ്ററിൽ ഈ ഒരു ഫിലിം തെലുങ്ക് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് തെലുങ്ക് വേർഷൻ ഞാൻ ഈ ഫിലിം തിയേറ്ററിൽ കണ്ടതാണ്. അന്ന് എന്തുകൊണ്ടോ എനിക്ക് ഇത് റിവ്യൂ ചെയ്യാൻ തോന്നിയില്ല. കാരണം അത്ര ഒരു എൻജോയ്മെൻറ്റോ അല്ലെങ്കിൽ അത്ര ഒരു നല്ലൊരു ഫീലിംഗോ ഈ ഒരു ഫിലിം കണ്ടിട്ട് എനിക്ക് തിയേറ്ററിൽ നിന്നും കിട്ടിയിരുന്നില്ല. കാരണം നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഒരുപാട് വലുതാവുമ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ആ ഒരു ഫിലിമിന് തിയേറ്ററിൽ വാച്ചിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വി വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഫിലിം തിയേറ്ററിൽ കണ്ടപ്പോൾ ഉണ്ടായിരുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ കാണിക്കുന്നത് പോലെ ഒരു ഫീൽ വന്നു. പ്രത്യേകിച്ചും തുടക്കത്തിൽ കാണിച്ച ഒരു ജപ്പാൻ സീൻസ്, അത് എന്തിനായിരുന്നെന്ന് പോലും അവസാനം ഫിലിം തീർന്നപ്പോൾ ആലോചിച്ചു ഇതെന്തായിരുന്നു ആ ഒരു സീനിൻ്റെ റെലവൻസ് എന്നൊക്കെ ആ ഫിലിം കണ്ടപ്പോൾ ഒരു തോന്നി. കാരണം അത് ഇനി സ്വപ്നമാണോ അല്ലെങ്കിൽ അത് പുഷ്പ 3യുടെ ഭാഗമായിട്ട് വന്നതാണോ എന്നൊക്കെ ഒരുപാട് തോട്ട്സും അല്ലെങ്കിൽ ഒരുപാട് ഡിസ്കഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ OTT വേർഷൻ വന്നപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു എക്സ്റ്റെൻഡഡ് 25 മിനിറ്റ് വേർഷനിൽ ആ ഒരു പോർഷൻസ് ഈ ഒരു പോർഷൻസിനുള്ള എല്ലാ ക്ലാരിറ്റിയും ഇവർ ആ ഒരു പാർട്ടിൽ ഈ ഒരു OTT വേർഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ നല്ലൊരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ ഫിലിം കൊണ്ടുവന്ന് എൻഡ് ചെയ്യുന്ന രീതിയാണ് എനിക്ക് OTT വേർഷൻ കണ്ടപ്പം ഫീൽ ചെയ്തത്. തിയേറ്ററിൽ കണ്ടതിനേക്കാളും ഇനി OTTയിൽ ഫിലിം അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒട്ടും ബോറടിക്കാതെ ഒരു 3.25 മണിക്കൂറുള്ളൊരു ഫിലിം കാണാൻ പറ്റി എന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം തിയേറ്ററിൽ 3 മണിക്കൂർ 10 മിനിറ്റോളം ഈ ഫിലിം ഉണ്ടായിരുന്നു. തിയേറ്ററിൽ അത്യാവശ്യം നല്ല ബോറടിച്ചിരുന്നിട്ടാണ് ഓരോ സീൻസും കണ്ടത്. പാട്ടായാലും അനാവശ്യമായിട്ടുള്ള കുറേ പാട്ട് സീൻസ് ആയാലും എല്ലാം വളരെ ബോറടിച്ചാണ് തിയേറ്ററിലിരുന്ന് കണ്ടത്. പക്ഷേ അത് OTTയിൽ വന്നപ്പോൾ പാട്ടൊക്കെ നമുക്ക് അടിച്ച് കളയാം എന്നുള്ളത് കൊണ്ടും പക്ഷേ 3.25 മണിക്കൂർ ഉണ്ടായിട്ടും ഒട്ടും ബോറടിക്കുന്നൊരു ഫീല്, വളരെ സ്പീഡായിട്ട് ഫിലിം പോകുന്നൊരു ഫീൽ എനിക്ക് വന്നു. കാരണം ആ ഒരു ഒഴുക്കുണ്ടായിരുന്നു, ആ ഒരു സ്റ്റോറി ലൈനിന് അത്യാവശ്യം നല്ലൊരു ഒഴുക്ക് OTTയിൽ കണ്ടപ്പം എനിക്ക് ഫീൽ ചെയ്തു. ഇത് തിയേറ്ററിൽ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിയേറ്ററിക്കൽ ഹിറ്റായൊരു ഫിലിമാണ്. ഏകദേശം 400-500 കോടിയോളം ചിലവിൽ വന്ന ഫിലിം 1500-1600 കോടിയോളം തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. പക്ഷേ കേരളത്തിൽ മാത്രം ഈ ഒരു ഫിലിം അട്ടർ ഫ്ലോപ്പായിരുന്നു. ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുത്തവർക്ക് വലിയ നഷ്ടം തന്നെ സമ്മാനിച്ച ഒരു ഫിലിമായിരുന്നു ഇത് പുഷ്പ 2 തിയേറ്ററുകളിൽ വന്നപ്പം. പ്രധാനമായിട്ടും അതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളികളുടെ ആസ്വാദന രീതി മാറി എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതൊരു പ്രോപ്പർ തെലുങ്ക് ഫിലിമാണ്. പണ്ട് തെലുങ്ക് ഫിലിം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും ആ ഒരു തെലുങ്ക് ഫിലിമിൻ്റെ സ്റ്റാൻഡേർഡും ആ ഒരു ഫോർമാറ്റും ഇവർ ഫോളോ ചെയ്യുന്നത്. ഒരു ഓവർ ദ ടോപ്പ് ആക്ഷൻ സീൻസും ഒരു ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ഹീറോയും ഒക്കെ ഉണ്ടെങ്കിൽ തെലുങ്ക് ഓഡിയൻസിന് അവരുടെ ഫിലിംസ് കണക്റ്റ് ആവുള്ളൂ. അത്തരത്തിലുള്ള പ്രോപ്പർ ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്ന ഒരു പ്രോപ്പർ തെലുങ്ക് ഫിലിം തന്നെയാണ് പുഷ്പ 2. പക്ഷേ മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം മലയാളികളുടെ ആസ്വാദന രീതി മാറിയിട്ടുണ്ട്. അവർക്ക് കുറച്ച് റിയലിസവും ഒരു റിയാലിറ്റിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ് അവർക്ക് കൂടുതലും താല്പര്യം. അത്തരത്തിലുള്ള സിനിമ അല്ല. കാരണം ഇതിനകത്തുള്ള ആക്ഷൻ സീൻസ് ആയാലും എല്ലാം വളരെ എന്താ പറയുക, ഒരു തെലുങ്ക് ഓഡിയൻസിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ടെംപ്ലേറ്റാണ് ഇവർ ഫോളോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഈ ഫിലിം ഒട്ടും കണക്റ്റ് ആയിരുന്നില്ല. അതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ആക്ടർ, കാരണം അദ്ദേഹം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടറാണ് ഫഹദ് ഫാസിൽ. ഒരുപാട് ഫാൻസ് ഉള്ള ആക്ടറാണ്. അദ്ദേഹത്തിന് ഈ ഒരു ഫിലിമിൽ ഒരു റോള് കൊടുത്ത് ഒരു കോമാളിയാക്കി മാറ്റി. കാരണം പുഷ്പ 1 ലാസ്റ്റ് അരമണിക്കൂറായിരുന്നു ഭൻവർ സിംഗ് ഷെഖാവത്ത് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിൻ്റെ എൻട്രി വരുന്നത്. അപ്പം ആ ഒരു ക്യാരക്ടറിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പും കാര്യങ്ങളും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ എന്നൊരു ഇമേജ് പുഷ്പ 1ൻ്റെ എൻഡിൽ അവർ കൊടുത്തിരുന്നു. പക്ഷേ പുഷ്പ 2 വന്നപ്പം കുറച്ചൊരു കോമാളിത്തരം കാണിക്കുന്ന രീതിയിലേക്ക് ആ ക്യാരക്ടർ മാറി എന്നൊരു എന്താ പറയുക, ഒരു റിവ്യൂ ഓട്ടോമാറ്റിക്കലി ആൾക്കാരുടെ ഇടയിലേക്ക് വന്നിരുന്നു. കാരണം മലയാളികളെ അപമാനിച്ചു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതായിരുന്നു രണ്ടാമത്തെ ഒരു റീസൺ കേരളത്തിലെ ഫിലിം ഒട്ടും ഓടാതിരിക്കാൻ കാരണം. ഫഹദ് ഫാസിലിനെ അത്രമാത്രം മോശം റോൾ
റോളിലേക്ക് അവർ കാസ്റ്റ് ചെയ്തു എന്നൊരു റിവ്യൂ കോമൺ ആയിട്ട് എല്ലായിടത്തും സ്പ്രെഡായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു പ്രോപ്പർ തെലുങ്ക് ഫിലിമിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട പവർ വെച്ചിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹത്തിന് ബിൽഡപ്പ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഒട്ടും അതൊരു കോമാളിത്തരമായിട്ടുള്ള ക്യാരക്ടറാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. ആ ഒരു ക്യാരക്ടറിന് വേണ്ടുന്ന മാനറിസംസും കാര്യങ്ങളൊക്കെ വെച്ച് ഫഹദ് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് അബ്രപ്റ്റ് എൻഡിങ് കൊടുത്തു എന്നെനിക്ക് ആദ്യം തിയേറ്ററിൽ കണ്ടപ്പോൾ തോന്നിയെങ്കിലും പക്ഷേ OTTയിൽ കണ്ടപ്പോൾ ഐ ഫെൽറ്റ് ദാറ്റ് ഈസ് നോട്ട് ദി എൻഡ്. ഫഹദിൻ്റെ ക്യാരക്ടർ എൻഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴും വില്ലൻ ഫഹദ് ചെയ്ത ആ ക്യാരക്ടർ തന്നെയാണ്. കാരണം ക്ലൈമാക്സിൽ വരുന്ന ഒരു പോർഷനിൽ ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്, ഫേസ് കാണിക്കാതെ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. അത് ഫഹദിൻ്റെ ക്യാരക്ടർ തന്നെയാണ് എന്നാണ് എനിക്ക് പേഴ്സണലി OTT കണ്ടപ്പം എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കൊന്ന് പുഷ്പ 3യിലും അത്യാവശ്യം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് തന്നെ ഫഹദ് വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പെർഫോമൻസസിൽ അല്ലു അർജുൻ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പുഷ്പ എന്ന് പറയുന്ന ഫിലിമിൽ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ പുഷ്പ 2യിലും ആ ഒരു കാര്യം അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് അത്യാവശ്യം ഒരുപാട് സെൻറ്റിമെൻ്റൽ സീൻസും കുറച്ച് ജാത്ര സീൻസ് ഉണ്ട്. ഇവരുടെ ഒരു റിലീജിയസ് ബിലീഫുമായിട്ട് അടുത്ത് നിൽക്കുന്ന ജാത്ര ഗംഗമ്മ എന്തോ എക്സാക്ട്ലി എൻ്റെ പേരെനിക്കറിയില്ല. ആ ഒരു ജാത്ര റിലേറ്റഡ് ആയിട്ട് കുറേ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തെലുങ്ക് ഓഡിയൻസിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അത് കണക്റ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ വർക്കൗട്ട് ആയതുകൊണ്ട് അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുമുണ്ട് ഈ ഫിലിമിൽ. സെൻറ്റിമെൻ്റൽ സീൻസ് ആയാലും ഒരു സ്വാഗ് സീൻസ് ആയാലും, കാരണം അദ്ദേഹത്തിന് ഒരു നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഈ ഒരു ക്യാരക്ടറായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തെലുങ്ക് ഓഡിയൻസിനും അതുപോലെ നോർത്ത് ഓഡിയൻസിനും ഇത് നല്ല രീതിയിൽ ഇത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫിലിം കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ല രീതിയിൽ ഫിലിം ഹിറ്റായത്. ഇതിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന ഒരു ക്യാരക്ടറൈസേഷൻ രശ്മികയുടെയാണ്. പുള്ളിക്കാരി സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം എവിടെയോ ഞാൻ വായിച്ചിരുന്നു ഈ ഫിലിമിൽ പുള്ളിക്കാരിക്ക് നാഷണൽ അവാർഡ് കിട്ടത്തക്ക രീതിയിൽ പുള്ളിക്കാരി പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിച്ചുപോയി. അത്യാവശ്യം വളരെ കോമാളിത്തരമായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറച്ച് അല്ലറച്ച് 1-2 സീൻസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സ്പേസ് രശ്മികയ്ക്ക് കൊടുത്തിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓവറോൾ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ ഒരുപാടങ്ങ് വലിയ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന അത്യാവശ്യം എൻജോയബിൾ ആയിട്ടുള്ള ഒട്ടും ബോറടിക്കാത്ത ഒരു ഫിലിം തന്നെയാണ് പുഷ്പ 2. 3.25 മണിക്കൂർ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ OTTയിൽ കണ്ടാലും അത്യാവശ്യം ഒട്ടും ബോറടിക്കാതെ നിങ്ങൾക്ക് ഒരു ഫ്ലോയിലിരുന്ന് ഫിലിം കാണാൻ കഴിയും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മലയാളം ഡബ്ബിംഗ് ആണ്. ആക്ച്വലി കുറേ ഭാഗത്ത് മലയാളം ഡബ്ബിങ് വളരെ മോശമായിട്ട് ഫീൽ ചെയ്തു. ആദ്യം ഞാൻ തെലുങ്ക് കണ്ടിരുന്നത് കൊണ്ട് അത് സബ് ടൈറ്റിലും അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ എസ്പെഷ്യലി ഡബ്ബിങ് വളരെ മോശമായിട്ട് വരുന്നത് ഇതിൻ്റെ പാട്ടുകളിലാണ്. പാട്ടിൻ്റെ വരികളൊക്കെ അട്ടർ ബോറായിട്ട് ഫീൽ ചെയ്തു. അത് കുറച്ചൊന്ന് അടുത്ത പാർട്ട് ഇറങ്ങുമ്പോൾ കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഓഡിയൻസുമായിട്ട് കണക്റ്റഡ് ആവും. അപ്പം ഓവറോൾ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. OTT നെറ്റ്ഫ്ലിക്സിൽ ഫിലിം സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിലിം കാണാവുന്നതാണ്. അത്യാവശ്യം ഒട്ടും ബോറടിക്കാതെ തീരെ മോശമല്ലാത്ത ഒരു ഫിലിം എക്സ്പീരിയൻസ് തന്നെ പുഷ്പ 2 തരും. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.